അത് തുടങ്ങി. ഹൃദയത്തിലേക്ക് മിന്നൽ പോലെ വീഴുന്ന ആ അനുഭൂതി. അപ്രതീക്ഷിതമായ ഒരു മാറ്റം. ആത്മാവിന്റെ ആഴത്തിൽ നിന്ന് ഉയരുന്ന ഒരു വിചിത്രമായ ശബ്ദം. ഇനി ഒന്നും പഴയ പോലെ ഇരിക്കില്ല. അതാണ് ഈ സമയത്തിന്റെ ആരംഭം. അടുത്ത 15 ദിവസങ്ങൾ. ഈ കാലഘട്ടം മീനം രാശിക്കാർക്ക് ജീവിതം തന്നെ തിരിച്ച് എഴുതിവിടുന്ന ഘട്ടമാണ്. എത്രയോ വർഷങ്ങളായുള്ള നിശബ്ദതയുടെ ചുമട്ടിൽ ചുരുണ്ടുനിന്ന സ്വപ്നങ്ങൾ ഇപ്പോൾ ജീവൻ നേടുകയാണ്. കാരണം ഗ്രഹങ്ങൾ ശാന്തരല്ല. അവർ ഇപ്പോൾ നിങ്ങളുടെ ഭാഗ്യചക്രം തിരിച്ചുകൊണ്ടിരിക്കുന്നു. ഗുരുവിന്റെ ദൃഷ്ടി, ശനിയുടെ നീക്കം, രാഹുകേതുവിന്റെ ശല്യം എല്ലാം ഒന്നിച്ചു ചേർന്ന് നിങ്ങളുടെ കർമ്മത്തിന്റെ വിധിശിലയിൽ പുതിയ എഴുത്ത് കൊത്തുകയാണ്. ആദ്യഘട്ടം ആരംഭവുമായിരിക്കും. ഉള്ളിൽ സൃഷ്ടിക്കപ്പെടുന്ന അസാധാരണമായ വലുപ്പമുള്ള ഓർമ്മകളുടെ പൂർണ്ണഗ്രഹണം. നിങ്ങൾക്ക് തോന്നും എന്തോ സംഭവിക്കുന്നു. എന്തോ ചില കാര്യങ്ങൾ നിങ്ങളെ വിളിക്കുന്നു. പഴയ ബന്ധങ്ങൾ, ചേർന്നവരായ സുഹൃത്തുക്കൾ, ചിലർ പെട്ടെന്ന് മാറുന്നു. ചില മുഖങ്ങൾ അപ്രത്യക്ഷമാകുന്നു. ചിലത് പുതിയ രൂപത്തിൽ തിരിച്ചുവരുന്നു. ഈ ഘട്ടം ആത്മീയമായ ആവർത്തനത്തിന്റെ പ്രതിഫലനം. ഗുരു നിങ്ങളുടെ 5ാം ഭവനിൽ നിന്ന് ദൃഷ്ടി കൊടുക്കുന്നു. നിങ്ങളുടെ മനസ്സിനുള്ളിലിരുന്ന കുഞ്ഞുസ്ഥിതികളിൽ പ്രകാശം പടരുന്നു. അടുത്ത 7 ദിവസങ്ങളിൽ ഒരു അദ്ഭുത ഘടന സംഭവിക്കും. നാളുകളായി അടങ്ങിയിരിഞ്ഞിരുന്ന ഒരു വിവരം ഒരു ഫോൺ കേൾവിയായി മാറും. ആ ശബ്ദം പഴയതുപോലെ അല്ല, പക്ഷേ അതിൽ ഉറച്ച കണ്ണുനീരുണ്ടാകും. ആ വിളി നിങ്ങളുടെ ഹൃദയത്തിലെ അടഞ്ഞ വാതിൽ തുറക്കുമോ? അതോ പുതിയൊരു തുടക്കത്തിന്റെ സൂചനയോ? ഉത്തരം അടുത്ത നാളുകളിൽ നിങ്ങൾക്ക് തന്നെ ലഭിക്കും. കരിയറിന്റെ രംഗത്ത് നിങ്ങൾ ഇപ്പോൾ ചെറുത്തുനിൽക്കുന്ന ഒരു സമയമാണിത്. ശനി ഉച്ചസ്ഥിതിയിൽ നിങ്ങളുടെ പുരോഗതിയെ പരിശോധിക്കുന്നു. പക്ഷേ ഭയക്കേണ്ട. ഈ ശല്യം പരിജ്ഞാനമായി മാറും. ആദ്യത്തെ കഠിനമായ ദിവസങ്ങൾ സന്തോഷകരമായ മാറ്റങ്ങളിലേക്ക് നിങ്ങളെ നയിക്കും. ബിസിനസ് നടത്തുന്നവർക്ക് പ്രതീക്ഷിച്ചില്ലാത്ത സ്ഥലത്തുനിന്നൊരു പ്രോത്സാഹനം ലഭിക്കാം. സമീപകാലത്ത് നിങ്ങളെ വേദനിപ്പിച്ച ഒരാൾ തന്നെ ഇപ്പോൾ നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് താക്കോൽ ആകും. ധനകാര്യ രംഗത്ത് ആരംഭത്തിൽ ഉണ്ടാകുന്ന ചെലവുകൾക്ക് വിഷമിക്കേണ്ട. ഈ ചെലവ് ഒരു പ്രശാന്തിയുടെ മുൻകൂർ അടയാളം മാത്രമാണ്. രാഹുവിന്റെ സ്വാധീനം ഇവിടെ അശ്രദ്ധമുണ്ടാക്കും. അതുകൊണ്ട് എല്ലാ തീരുമാനങ്ങളിലും ശ്രദ്ധ വേണം. പക്ഷേ ചന്ദ്രന്റെ ശുഭദൃഷ്ടി ഓർമ്മിക്കുക. നിങ്ങളുടെ കഠിനാധ്വാനം പാഴാകില്ല. അടുത്ത 14 ദിവസങ്ങളിൽ പഴയ ഒരു നഷ്ടം തന്നെ അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് മടങ്ങിവരും. ഒരാൾ കടപ്പെട്ട പണം മടക്കുന്നു. അല്ലെങ്കിൽ പഴയ ഒരു നിക്ഷേപം പുതിയ രൂപത്തിൽ വരുമാനമാകുന്നു. ഈ ഘട്ടത്തിൽ പ്രണയബന്ധങ്ങൾ അതീവ രസകരമാകാം. ചിലർക്ക് അപ്രതീക്ഷിതമായ തിരിച്ചുവരവ്, ചിലർക്ക് ഒരു ആശ്ചര്യകരമായ സത്യാവബോധം. ഹൃദയത്തിന്റെ നിറവിൽ ഒഴുകുന്ന തോന്നലുകൾ നിയന്ത്രിക്കാൻ ആവാതെ പോകും. ഗുരുവിന്റെ കരുണ ആ ബന്ധങ്ങളിൽ പ്രകാശം പകരും. പക്ഷേ രാഹു സംശയത്തിന്റെ നിഴൽ വിടും. അതുകൊണ്ട് ഓരോ വാക്കിനുമപ്പുറം ആത്മവിശ്വാസം വേണം. വീട്ടിൽ ചില തർക്കങ്ങൾ ഉണ്ടാകാം, പ്രധാനമായും മുതിർന്നവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ. പക്ഷേ അതിൽ നിന്ന് പുതിയ ആത്മസമാധാനം ജനിക്കും. 2ാം ഘട്ടം ഇവിടെ തുടങ്ങുന്നു. ആത്മീയ ഉണർവ്. നിങ്ങൾ മനസ്സിലാക്കും, ഈ വഴക്ക് ഒരു പാഠമായിരുന്നു. നിങ്ങൾ അധികം ആളുകളെ കേട്ടിരിപ്പിനാൽ സ്വന്തം ശബ്ദം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ഘട്ടം നിങ്ങൾക്ക് മലർപ്പിക്കുന്നതും അതാണ്, നിങ്ങളുടെ സ്വഭാവത്തിന്റെ ശബ്ദം വീണ്ടും കേൾക്കാനുള്ള ശക്തി. ആരോഗ്യപരമായി ആദ്യം ചെറുമാറ്റങ്ങൾ ഉണ്ടാകാം. ഉറക്കം കുറയാം, മനസ്സിൽ ചില ഉത്കണ്ഠകളും ആവാം. പക്ഷേ ഈ എല്ലാം നിങ്ങളുടെ അന്തരമനസ്സിന്റെ പുനർജന്മത്തിന്റെ ഭാഗം മാത്രമാണ്. മെല്ലെ നിങ്ങളുടെ ശരീരവും മനസ്സും തുലനാവസ്ഥയിലെത്തും. യാതൊരു പഴയ രോഗവും വീണ്ടും പിടിപെടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ വെള്ളച്ചാട്ടം പോലെ മനസ്സ് ഒഴുകട്ടെ. ദിവസവും പരിസരത്തിനുള്ള പ്രാർത്ഥനാ സമയം വേണം. ആ നിമിഷം നിങ്ങളുടെ നാഡികൾ ശാന്തമാക്കും. 3ാം ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ സംഭവിക്കുന്നു അദ്ഭുതം. 150 വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരാകാശയോജനം. ഗുരുവിന്റെയും ശനിയും തമ്മിലുള്ള ദിവ്യഘടനം. അതിന്റെ ശക്തി എത്രമാത്രം! നിങ്ങളുടെ ആത്മാവിന്റെ പഴയ കർമ്മങ്ങൾ പൊങ്ങിവരും. നിങ്ങൾ കാണും, കഴിഞ്ഞ വർഷങ്ങളിലായി ചെയ്ത നന്മകൾ ഇപ്പോൾ ഫലിക്കുന്നുണ്ടെന്ന്. ചിലരും നിങ്ങളെ കണ്ടിട്ട് തന്നെ പ്രചോദനമാകും. നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറുപ്രവൃത്തിയും മറ്റൊരാളുടെ ജീവിതം മാറ്റും. അതാണ് ഈ ഘട്ടത്തിന്റെ ദിവ്യത്വം. പ്രണയജീവിതത്തിൽ പഴയതിനെ വിടേണ്ടിയിരിക്കും. ചില ബന്ധങ്ങൾ എത്ര സുന്ദരമാണെന്ന് തോന്നിയാലും ഇനി നിങ്ങളുടെ ആത്മയാത്രയിൽ ആവശ്യമില്ലാതെയാകും. ഒരു വിചിത്രമായ സമാധാനം അതിന്റെ സ്ഥാനത്തേക്ക് എത്തും. രാഹു പുതിയ ബന്ധങ്ങൾ കൊണ്ടുവന്നാലും അവയെ പരീക്ഷിക്കുക. അപ്രതീക്ഷിതമായ രീതിയിൽ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടക്കും. ബാലമനസ്കമായ മുഖം, പക്ഷേ പഴയ ജന്മബന്ധത്തിന്റെ സൂചന അദ്ദേഹത്തിന്റെ കണ്ണുകളിലുണ്ട്. അതാ 100% നടക്കാൻ പോകുന്ന അദ്ഭുതം. ഒറ്റപ്പെടലിന്റെ സമയങ്ങൾ ഉണ്ടാകും. പക്ഷേ അത് ശിക്ഷയല്ല, പ്രക്ഷാളനമാണ്. ഗുരു പറയുന്നതുപോലെ സത്യത്തിന്റെ വഴി ആദ്യം ഇരുണ്ടതായിരിക്കും. ആ ഇരുട്ടിലൂടെയാണ് നിങ്ങൾ കടക്കുന്നത്. ആത്മീയമായി വളരുന്നവർക്ക് ഇന്നോ നാളെയോ ഈ തിരിച്ചറിയൽ ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നഷ്ടങ്ങളും ഒരാശ്രമമായിരുന്നു. ഓരോ വേദനയും ഒരു വഴികാട്ടി. ഇപ്പോൾ വെളിച്ചം കണ്ടെടുത്തിരിക്കുന്നു. അടുത്ത 7 ദിവസങ്ങൾ അത്യന്തം പ്രാധാന്യമുള്ളത്. വീടിനുള്ളിൽ ചില രഹസ്യങ്ങൾ വെളിവാകും. ഒരാൾ എന്തോ മറച്ചിരുന്നത് പുറത്തുവരും. ആദ്യം വേദനയുണ്ടാകും.
പക്ഷേ ആ സത്യം നിങ്ങളെ മോചിപ്പിക്കും. അവർ ചെയ്തതിനെ മനസ്സിലാക്കാൻ നിങ്ങൾ വളർന്നിരിക്കുന്നു. ആ മനസ്സ് തന്നെയാണ് നിങ്ങളെ ശക്തനാക്കുന്നത്. തൊഴിൽ രംഗത്ത് വൻശേഷിയുള്ള ഒരു അവസരത്തിന്റെ വാതിൽ തുറക്കും. അതിനു മുമ്പ് കിട്ടിയ നിരാശകളാണിത് നേടാനുള്ള യോഗ്യതയായി മാറിയത്. വിദേശവുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്ക് പച്ചപതാക ലഭിക്കും. അടുത്ത 10 ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒരു സന്ദേശം ലഭിക്കും. അത് രൂപത്തിലും വാക്കുകളിലും ചെറുതായി തോന്നാം, പക്ഷേ അതിന്റെ പിന്നിൽ വലിയ ഭാവിയാണ്. വിദ്യാഭ്യാസം നടത്തുന്നവർക്ക് ഈ ഘട്ടം ആത്മരൂപാന്തരമാണ്. പഠിച്ചതെല്ലാം പുതിയ ദിശയിലാക്കാം. നിങ്ങൾക്കു തോന്നും, ഇനി ഞാൻ വേറെയൊരു ജീവിതം തേടണം. അതാണ് നിരീക്ഷണബുദ്ധിയുടെ ഉണർവ്. കേതുവിന്റെ ഛായ ആഴത്തിൽ പോകുമ്പോഴാണ് ജ്ഞാനം ഉദിക്കുന്നത്. അതുകൊണ്ട് പഠനത്തിൽ ആത്മവിശ്വാസം കിട്ടും. കുടുംബത്തിൽ കുറച്ചുകാലം ചിന്നാഭിന്ന ഉണ്ടാകാം, പക്ഷേ അതിലൂടെയാണ് ആത്മബന്ധങ്ങളുടെ വിശുദ്ധി തെളിയുന്നത്. മൗനം പാലിക്കുക. ചിലപ്പോഴത് ഏതു വാക്കിനെയുംക്കാൾ പ്രാർത്ഥനാപരമായിരിക്കും. ഈ മുഴുവൻ ഘട്ടത്തിൽ ഒരു കാര്യം മാത്രം ഓർമ്മിക്കുക: ഏതൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സ്വപ്നങ്ങളുണ്ടോ അവ ഇപ്പോൾ ഉണരുകയാണ്. ദിവ്യതയുടെ പുതുതായ നിങ്ങളുടെ ചുറ്റുമുണ്ട്. ഹൃദയം ഭയക്കുന്ന ദിശയിലേക്കാണ് നിങ്ങളുടെ ജീവിതയാത്ര നീങ്ങേണ്ടത്, കാരണം അവിടെ തന്നെയാണ് നിങ്ങളുടെ മോക്ഷം ഒളിച്ചിരിക്കുന്നത്. ഈ ആദ്യ ഭാഗം അവസാനിക്കാൻ പോകുമ്പോൾ ഒരു കാര്യം പറയാതെ ഇരിക്കാൻ പറ്റില്ല: നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നതെല്ലാം സാധാരണ സംഭവങ്ങളല്ല. അവ കാരുണ്യത്തിന്റെ ദിവ്യരചനയാണ്. തോൽവികളെയും നഷ്ടങ്ങളെയും വെറുത്താൽ നിങ്ങൾ കാണുന്നതെല്ലാം പകുതി മാത്രമായിരിക്കും. അതുപോലെ തന്നെ ഈ കഥയും ഇപ്പോഴാണ് ആരംഭം. ആർത്തിയോടെ കാത്തിരുന്ന ആ ശക്തിയുടെ രണ്ടാമത്തെ ഘട്ടം തുടങ്ങി. ഇനി തുടങ്ങുന്നത് ജീവിതത്തിന്റെ ഗഹനമായ അധ്യായം. ഹൃദയത്തിന്റെ മുറിവുകൾ പ്രഹ്ലാദമായി മാറാൻ പോകുന്ന പുണ്യഘട്ടം. ഈ സമയത്ത് മീനം രാശിക്കാരന്റെ ആത്മീയ ലയനം വേഗത്തിലാവുകയാണ്. നിങ്ങൾക്കു തോന്നും, എന്തോ ഒരു അദൃശ്യശക്തി നിങ്ങളെ വഴിതെളിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് വർഷങ്ങൾക്കു ശേഷം നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ശബ്ദം വീണ്ടും അടഞ്ഞ വാതിലുകൾ തുറക്കുന്നു. ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുന്നവർക്ക് അവ ഇപ്പോൾ സൂചനകളാകും. അവ ഭീതിയല്ല, അവ ഗുരുവിന്റെ സന്ദേശങ്ങളാണ്. ദൂരെയൊരു അവസരം നിങ്ങളെ വിളിക്കുന്നു. അതേ, അപ്രതീക്ഷിതമായൊരു ഫോൺ, പുതിയ സ്ഥലം, പുതിയ ആളുകൾ. ഒന്ന് നോക്കിയാൽ ചെറിയ കാര്യമെന്നു തോന്നും, പക്ഷേ അതിന്റെ പിന്നിൽ വിധിയുടെ പങ്കാളിത്തമുണ്ട്. ആ സന്ദേശം വന്നാൽ ഇരട്ട് ചിന്തിക്കേണ്ട, സ്വീകരിക്കുക. അത് നിങ്ങളുടെ ജീവിതപഥത്തെ മാറ്റിവിടും. ഈ ഘട്ടത്തിൽ ഒരു ആഴമുള്ള വിഷയം പുറത്തുവരും: കുടുംബത്തിലെ പഴയ വിലാപങ്ങൾ. ഒരാൾ നിങ്ങളെ സംബന്ധിച്ച് വർഷങ്ങളായി തെറ്റിദ്ധാരണയിൽ ജീവിക്കുന്നു. ആ സത്യസന്ധത വെളിപ്പെടുത്തേണ്ട സമയം ഇതാണ്. ആദ്യം വേദനയായിരിക്കും, എന്നാൽ അതിന്റെ പശ്ചാത്തലത്തിൽ സമാധാനത്തിന്റെ വിത്ത് ഒളിക്കുന്നു. നിങ്ങളുടെ ഹൃദയം ഈ സമയം ശുദ്ധമാക്കണം. ഭയമില്ലാതെ സത്യം പറയുക, അതുകൊണ്ട് ബന്ധങ്ങൾ മോചനമാവും. അടുത്ത 7 ദിവസങ്ങൾ ഭൂമിയും ആകാശവും ഇടയ്ക്കുള്ള ബന്ധം തുറന്നു ഇരിക്കും. ചിലർക്കിത് സ്വപ്നത്തിൽ പ്രത്യക്ഷമാകും: ഒരു വൻജ്യോതി, ഒരു ആകൃതിയില്ലാത്ത മുഖം. ചിലർക്കിത് സംഖ്യകളായി, ചിലർക്കിത് വഴിയരികിൽ കണ്ട ഒരു അടയാളം പോലെ. ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആത്മീയ ദർശനം ശക്തമാകുകയാണ്. ഇതാണ് ഇൻറ്റ്യൂഷൻ പീക്ക്. നിങ്ങളുടെ ആന്തരശബ്ദം ലോകത്തിന്റെ ശബ്ദത്തെ മറികടക്കുമ്പോൾ ഉണ്ടാകുന്ന ദൈവിക നിമിഷം. ശനിയുടെ വക്രമായി നടന്ന നീക്കം ഇവിടെ അതിന്റെ ഭ്രാന്തിലാക്കുന്ന പാഠം പൂർത്തിയാക്കുന്നു. ചില കരിയർ മാധ്യമങ്ങൾ അടയും, പക്ഷേ അതിന്റെ പിന്നിൽ വലിയൊരു അവസരം പെരുകുന്നു. നിങ്ങൾക്കു തോന്നും എല്ലാം അവസാനിച്ചു എന്നു, പക്ഷേ അതല്ല. അവസാനങ്ങൾ എന്നത് ഈ രാശിക്കാർക്ക് പുതിയ തുടക്കമാണ്. അത്ഭുതകരമായി ഒരാൾ നിങ്ങളിലൂടെ പ്രചോദനം നേടും. അതിന്റെ പ്രതിഫലം നിങ്ങളിലേക്കെത്തും. പിന്നെ നിങ്ങൾ മനസ്സിലാകും, ചില അനുഗ്രഹങ്ങൾ നേരിട്ട് ലഭിക്കില്ല, മറ്റുള്ളവരെ വഴികിട്ടും. ധനകാര്യവശത്ത് ഇപ്പോൾ ശരിയായ തുലനം ഒരുക്കം കൊടുക്കുന്ന കാലഘട്ടം. നീണ്ട നാളായി വായ്പയോ കടമയോ കൊണ്ട് വിഷമിക്കുന്നവർക്ക് പരിഹാര സൂചനകൾ തുറക്കുന്നു. ഗുരുവിന്റെ കൃപ ഇപ്പോൾ വീട്ടിലേക്കെത്തുന്നു. അന്യരുടെ സഹായം ആവശ്യമായേക്കാം, പക്ഷേ അത് അപമാനം അല്ല, അത് ദിവ്യസംവിധാനം. ഈ നേരത്ത് സഹായം സ്വീകരിക്കുക, കാരണം അത് നിങ്ങളുടെ ആത്മവിശ്വാസം പലമടങ്ങ് വർദ്ധിപ്പിക്കും. ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം, പ്രത്യേകിച്ച് മനസ്സിന്റെ ശാന്തിതീറ്റയിൽ. അകത്തെ അമർഷം ഇപ്പോൾ പുറത്തുവരും. ചിലർ പഴയ ബന്ധങ്ങളുടെ ഓർമ്മകൾ കൊണ്ട് അലയും. അതെ, ആ മുറിവ് ഇപ്പോൾ തുറക്കേണ്ടതാണ്. രാഹുവിന്റെ മേക്കമുള്ള ഭാവം ഇവിടെ അവസാനിക്കുന്നു. ഒരിക്കൽ നിങ്ങൾ കരുതിവച്ച എല്ലാം ഇപ്പോൾ പൊങ്ങിച്ചിരിക്കാൻ പോകുന്നു. മനസ്സ് ശാന്തം ആകുമ്പോൾ ശരീരത്തിന്റെ തിളക്കം തിരിച്ചുവരും. ചൂടൻ വെള്ളത്തിൽ കുളിക്കുക, ധ്യാനിക്കുക. വെള്ളം സ്പർശിക്കുന്ന അതേ നിമിഷം തന്നെ നിങ്ങളുടെ നെഗറ്റീവ് എനർജി ഒഴുകിത്തീരുന്നു എന്നു കരുതുക. പ്രണയത്തിലിരിക്കുന്നവർക്ക് ഈ ഘട്ടം വളരെ വിവർത്തനങ്ങൾ നിറഞ്ഞതായിരിക്കും. ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് കടന്നുവരും. അതിന്റെ കൺമുനയിൽ പഴയ ജന്മബന്ധത്തിന്റെ പുണ്യമുണ്ട്. ആ ബന്ധം വിചിത്രമായി ആത്മീയമായിരിക്കും. ആഴത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഈ ആൾ എന്നെ ഞാൻ കാണാതെ തന്നെ അറിയുന്നു. പക്ഷേ രാഹു സംശയം വിതയും. അതുകൊണ്ട് ഹൃദയം തുറന്നിട്ടും മനസ്സ് ജാഗ്രതയോടെ സൂക്ഷിക്കുക. ഈ കാലത്ത് മൂന്നാം ഒരു അത്ഭുതഗംഭീര സംഭവം നടക്കും. രാത്രിയിൽ, ഉച്ചരാത്രിയിലോ പുലർച്ചെയോ, ഒരാളുടെ സ്വപ്നത്തിൽ ദീപ്തമായ ഒരു വെളിച്ചം തെളിയും. അതിന്റെ പിന്നാലെ രാവിലെ നിങ്ങൾക്കൊരു വാർത്ത, ഒരു സന്ദേശം ലഭിക്കും.
അതാണ് പതിറ്റാണ്ടുകളായി കാത്തിരുന്ന അഡ്മിഷൻ അഥവാ ജോലി ഉറപ്പാകുന്നത്. അതൊന്നുമെന്നു അറിഞ്ഞാൽ തന്നെ കണ്ണുനീർ വരും. കാരണം അതിനുവേണ്ടി നിങ്ങളിടുന്ന പ്രാർത്ഥനകളെല്ലാം കേട്ടിരുന്നു ആകാശം. വീട്ടിൽ ഇപ്പോൾ പുണ്യദിനങ്ങൾ ആവർത്തിക്കുക. ധ്യാനം, പിതൃതർപ്പണം, സേവനപ്രവർത്തനം എന്നിവ മുഖ്യമാണ്. ശനി പറയുന്നത് ഒന്നുമാത്രം, നിങ്ങളിൽ നിക്ഷിപ്തമായ ദൈവിക കർമ്മം ഉണരട്ടെ. അത് ഉണർന്നു തുടങ്ങിയാൽ നിങ്ങളെ ആരും തടയാനാവില്ല. പഴയ നഷ്ടങ്ങൾ എല്ലാം നിങ്ങളുടെ ഭാഗ്യത്തിന്റെ വിത്തുകളാണ്. അവയെ മനസ്സിൽ വെച്ച് കരയുന്നവർ പുതുക്കപ്പെടുന്നില്ല. വിടുക. ഇന്നാണ് അവയെ വിടാനുള്ള ദിവസം. ഇപ്പോൾ വിദേശബന്ധങ്ങൾ തുറക്കുന്നു. അടുത്ത 14 ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒരു ആഹ്വാനം നേടാം. അത് ജോലിക്കോ പഠനത്തിനോ കുടിയേറലിനോ ആകാം. ഈ ഘട്ടം നിങ്ങളുടെ ഹോറോസ്കോപ്പിൽ ഒളിച്ചിരിക്കുന്ന ഭാഗ്യത്തിന്റെ വാതിൽ തുറക്കുന്ന തരംഗമാണ്. ഭയപ്പെടുത്താനോ ആശങ്കപ്പെടുത്താനോ വേണ്ട. നിലം മുറുകെ പിടിച്ചു മുന്നോട്ടു നീങ്ങുക. നിങ്ങളെ കാത്തിരിക്കുന്നത് ശാന്തവും കൃത്യവുമായ വിജയം തന്നെയാണ്. 3-ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആത്മീയത തന്നെ നിങ്ങളുടെ ജീവനം ആകുന്നു. ഗുരുവിന്റെ പ്രഭചക്രമെന്ന പോലെ പരിസരമെങ്ങും പരക്കുന്നുണ്ട്. നിങ്ങൾ കാണും, ഏതൊക്കെ കാര്യങ്ങൾ പുരുഷാർത്ഥമായി ചെയ്തുവോ അവ ഇപ്പോൾ ഫലിക്കുന്നു. ഇവിടെ ആത്മസന്തോഷം ഉയരുന്നു. അടുത്ത ദിവസങ്ങളിൽ ചിലർക്ക് അപ്രതീക്ഷിതമായ അനുഭവം ഉണ്ടാകും. ശബ്ദമില്ലാത്ത ശബ്ദം കേൾക്കുന്ന പോലെ, കാണാനാകാത്ത മുഖം കാണുന്നതുപോലെ. അത് ഭയം അല്ല, അത് ദർശനം. ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് ഡൗട്ട് വരും, ഇത് എന്റെ മനസ്സിലെ ഭ്രമമോ? അല്ല, ഇത് നിങ്ങളുടെ ആത്മാവിന്റെ ഉണർവാണ്. നിങ്ങൾ ജനിച്ചിറങ്ങിയതിന്റെ ലക്ഷ്യം ഇപ്പോൾ പുരോഗമിക്കുന്നു. അതിനെ തടയരുത്. ഈ ഊർജം വിചിത്രമെന്നു തോന്നാം, പക്ഷേ അതാണ് നിങ്ങളെ മോക്ഷദിശയിൽ നയിക്കുന്നത്. മനസ്സിൽ ഇപ്പോഴും അവശേഷിക്കുന്ന പേടിയുണ്ട്, ഞാൻ ശരിയായ വഴിയിലാണോ? ഉത്തരം അതെ, നിങ്ങൾ തന്നെയാണ് രാശികളുടെ ഏറ്റവും ആഴമുള്ള ദർശകനായി ജനിച്ചത്. നിങ്ങളുടെ കണ്ണുകളിൽ ദുഃഖമുണ്ട്, പക്ഷേ അതാണ് ദർശനത്തിന്റെ അടയാളം. നിങ്ങളുടെ ഹൃദയത്തിൽ ഭയമുണ്ട്, പക്ഷേ അതാണ് ആത്മാവിന്റെ ഉറപ്പ്. ഇനി ആഘോഷം തുടങ്ങും. പഴയ സുഹൃത്തുക്കൾ പിന്നെയും ബന്ധപ്പെടും. നിങ്ങളുടെ ശബ്ദം നഷ്ടമാകുകയായിരുന്നു. ഇപ്പോൾ ആ ശബ്ദം തിരിച്ചുവരും. നിങ്ങൾ പ്രേക്ഷകമല്ല, ഇപ്പോൾ കഥാകാരനാണ്. ഈ പ്രപഞ്ചം തന്നെ നിങ്ങളുടെ ആകുലത കേൾക്കുന്നു. അവസാന ഭാഗത്തേക്ക് പോകുമ്പോൾ ദിവ്യമായൊരു ചിന്ത മാത്രം മനസ്സിൽ വിരിയട്ടെ. നിങ്ങൾ ചെയ്ത നന്മ ആരും കണ്ടില്ലെന്ന് തോന്നിയാലും ആകാശം എല്ലാം കണ്ടിട്ടുണ്ട്. അത് തന്നെയാകും നിങ്ങളുടെ രക്ഷ. ഇനി വരുന്ന ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രത്യുപകാരം നൽകും. അതിനാൽ ദിനംപ്രതി പ്രാർത്ഥിക്കുക, നിങ്ങളുടെ സകല പ്രവർത്തികളും നന്മയുടെ പാതയിലേക്കുള്ള അർപ്പണമായി തീരട്ടെ. വെളിച്ചം ആണ്. ഇപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചവരും നിങ്ങളുടെ പുണ്യത്തിന്റെ സാക്ഷികളാകും. അവർ തന്നെ പറയുക, അവൻ മാറിയിരിക്കുന്നു. നിങ്ങൾക്ക് ചിരിയാകും, കാരണം അവർ കാണുന്നത് പരിവർത്തനം മാത്രമാണ്. എന്നാൽ നിങ്ങൾ അറിയും, അത് നിങ്ങളുടെ ദിവ്യോദയമാണ്. ഈ രഹസ്യത്തിന്റെ പിൻവാതിലിൽ ഇപ്പോഴും പറയാനുണ്ടായിരിക്കുന്നു, ആകാശം കാത്തിരിക്കുന്ന അവസാന അടയാളം. അതുതന്നെയാണ് നിങ്ങളുടെ ആത്മശക്തിയുടെ യഥാർത്ഥ ഉണർവ്. ആകാശം നിശബ്ദമാണ്. എല്ലാം സൂക്ഷ്മമായി നിൽക്കുന്ന പോലെ തോന്നുന്നു. കാറ്റിൽ പോലും ചില വിചിത്രമായ ചലനം. അതാണ് ഈ 3-ാം ഘട്ടത്തിന്റെ ആരംഭസൂചന. ജീവിതത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ള പടിയിലേക്ക് നീങ്ങുന്ന ഭാഗം ഇതാണ്. ഉള്ളിൽ മുഴങ്ങുന്ന ശബ്ദം, ഇനി അവശേഷിക്കുന്നത് വെളിച്ചമാത്രം. അതെ, മീനം രാശിക്കാരുടെ ഈ അവസാന ഘട്ടം ദൈവിക വെളിച്ചമാണ്. നിങ്ങൾ പകുതിവഴി വന്നവർ അല്ല, മുഴുവൻ ശ്രമം പൂർത്തിയാക്കുന്ന ആത്മകൾ. ഇപ്പോൾ നടക്കുന്നത് ആത്മാവിന്റെ ഉദയം തന്നെയാണ്. ആഴമുള്ള ആത്മശാന്തി നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തമായി വിരിയുന്നു. മുമ്പ് ഉണങ്ങിയിരുന്ന ബന്ധങ്ങൾ ഇപ്പോൾ മൃദുവായി വിളമ്പുന്നു. നിങ്ങൾ പണ്ട് കരഞ്ഞവരോട് പെട്ടെന്നു കാരുണ്യത്തോടെ നോക്കും. അത് ക്ഷമയല്ല, അത് ജ്ഞാനത്തിന്റെ തുടക്കം. ഗുരു നിങ്ങളുടെ ആത്മനാളികേരം ഉണർത്തിയിരിക്കുന്നു. ചിത്രങ്ങളായി പഴയ ഓർമ്മകൾ വരും. ചിലത് നീരുകൾ പോലെ ഒഴുകും, ചിലത് തീപാറും പോലെ വേദനിക്കും. എല്ലാം സൈന്യമായി കാണുക. അവയാണ് നിങ്ങളുടെ രോഗശാന്തിയുടെ ഘടകങ്ങൾ. ഒരു ദിവസം പെട്ടെന്ന്, ഒട്ടും പ്രതീക്ഷിക്കാതെ, വീട്ടിലോ ജോലിസ്ഥലത്തോ ഒരു അത്യാശ്ചര്യമായ സന്ദേശം എത്തും. എന്തോ പൂർണ്ണമായി വാങ്ങിയ അവസ്ഥയാണെന്ന് തോന്നിച്ചിരുന്നത് മാറും. ആരോ പറഞ്ഞിരിക്കും, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ജീവിതത്തിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നിലനിന്നിരുന്ന കാത്തിരിപ്പിന്റെ അവസാനിക്കുക. ഓർമ്മിക്കുക, അത് ദൈവിക പ്രതിഫലനം തന്നെ. യാതൊരു ശ്രമവും പാഴായിരുന്നില്ല. ഈ ഘട്ടത്തിലെ ഇരുട്ട് മങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിനകം നിങ്ങളുടെ ശരീരത്തിലെ അമർഷം കുറയുന്നുണ്ട്. നിങ്ങളുടെ മുഖത്ത് നാളെ കാണാത്ത പ്രകാശം പ്രത്യക്ഷമാകും. അതെ, അത് ധ്യാനത്തിന്റെ ഫലമല്ല, അത് ആഴത്തിലുള്ള ആത്മസമർപ്പണത്തിന്റെ പ്രതിഫലനമാണ്. ചുറ്റുമുള്ളവർ അതിനെ തിരിച്ചറിയും. നിങ്ങൾക്ക് നാണമുണ്ടാകും, പക്ഷേ ആ നാണം തന്നെ ദിവ്യമായ വിനയത്തിന്റെ അടയാളം. ബന്ധങ്ങൾ ഇപ്പോൾ നിശ്ചിതമായ പാതയിലേക്കാണ് പോകുന്നത്. ഒരു മുമ്പത്തെ വേദന നിങ്ങൾ വെടിഞ്ഞാൽ പുതിയ ബന്ധം പച്ചപൊന്തും പോലെ പൊങ്ങും. അതിന്റെ അടിസ്ഥാനം വാചകങ്ങൾ അല്ല, ആത്മബന്ധമാണ്. ചിലർക്കിത് വിവാഹസൂചനയായി മാറും, മറ്റുള്ളവർക്ക് അതും കൂടുതൽ വലിയ ആത്മസമാഗമമായിരിക്കും. 2 ആത്മങ്ങൾ തമ്മിൽ പരിചയപ്പെട്ട ദൈവിക നിമിഷം. ഒരു നിമിഷത്തിൽ എല്ലാം തീരുന്നു, പക്ഷേ അതേ നിമിഷം തന്നെ പുതിയൊരു ജീവിതത്തിന്റെ തുടക്കം ആകുന്നു. ഇപ്പോൾ ധനത്തിന്റെ ഗതിയും വ്യക്തതയും ലഭിക്കുന്നു. രാഹുവിന്റെ കളികൾ കുറയുന്നു,
നന്ദിയുള്ള ആളുകൾ നിങ്ങളെ സമീപിക്കുന്നു. നിങ്ങൾ ഏറെ നാളായി കാത്തിരുന്ന തിരിച്ചടി വരുമെങ്കിലും അത് ഇപ്പോൾ സ്നേഹത്തിന്റെ വസ്ത്രം ധരിച്ചാണ് വരുന്നത്. നിങ്ങൾ അതിൽ ശുഭദൃഷ്ടി കാണും, മുമ്പ് കാണാത്ത കൃതജ്ഞതയുടെ ശക്തി. അതിന്റെ ഫലമായി നിങ്ങളുടെ ജീവിതം സമൃദ്ധിയോടെ പിങ്കുവിടും. കേതുവിന്റെ പാത ഇപ്പോൾ നിങ്ങളുടെ ആത്മീയ വികാസത്തെ പൂർത്തിയാക്കുന്നു. ധ്യാനം, ശാന്തത, വിശ്വാസം ഇവയ്ക്കൊപ്പം മുന്നോട്ടു പോകുമ്പോൾ ഗുരുവിന്റെ പരിപൂർണ ദൃഷ്ടി നിങ്ങളുടെ 7-ാം നാളികേരത്തിൽ തിളങ്ങും. അതാണ് ദൈവിക സംരക്ഷണത്തിന്റെ ലക്ഷണം. ഒരു ചെറിയ സംഭവം സംഭവിക്കും, ഒരാൾ നിങ്ങളോട് പറഞ്ഞ വാക്ക് നിങ്ങളുടെ മനസ്സിൽ നിലകൊള്ളും, അതിൽ ദീപ്തമായ സത്യമുണ്ടാകും. ആ വാക്ക് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത കിളിവാതിൽ. ശ്രദ്ധിക്കുക, അത് തോന്നുന്നത് പോലെ ചെറുതല്ല. ഏതു ദിശയിലേക്കുള്ള യാത്രയാണെങ്കിലും ഇപ്പോൾ ഭയപ്പെടരുത്. കാരണം ഈ ഘട്ടം നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ ദുർബലതകളെയും പൊടിച്ചുമാറ്റുകയാണ്. പുരാതനമായ കർമ്മബന്ധങ്ങൾ അവസാനിക്കുന്നു, പുതിയ ഉത്തരവാദിത്വങ്ങൾ തുടങ്ങുന്നു. മനസ്സിൽ കുഴപ്പം തോന്നാം, ഞാൻ ഇതെല്ലാം താങ്ങുമോ? പക്ഷേ അറിയണം, ഈ ഭാരം നിങ്ങളുടേതല്ല, ഇത് നിങ്ങളുടെ ആത്മാവിന്റെ വളർച്ചയാണ്. ആത്മീയരായവർക്ക് ഈ ഘട്ടം ദർശനങ്ങളുടെ കാലമാണ്. പ്രാർത്ഥനകൾക്ക് പ്രതീക്ഷിച്ചതിലും നേരത്തെ മറുപടി ലഭിക്കും. സ്വപ്നത്തിൽ കാണുന്നവർക്ക് ഇപ്പോൾ അവയുടെ അർത്ഥം മനസ്സിലാകും. ഒരിക്കൽ നിങ്ങൾ ചോദിച്ചിരുന്ന എന്തിനു എന്ന ചോദ്യത്തിന് ഇപ്പോൾ ദിവ്യമായ ഉത്തരങ്ങൾ ലഭിക്കും. ദൈവം പറയുന്ന പോലെ മനസ്സിൽ മുഴങ്ങും, ഈ നേരം വരാനായിരുന്നു എല്ലാവിധ കാത്തിരിപ്പ്. രോഗങ്ങൾ നല്ലതിനായി മാറും, കടങ്ങൾ പിരിയാൻ തുടങ്ങും, നിങ്ങളുടെ പരിസരവും മനസ്സും ശുദ്ധമാകുന്ന സമയമാണിത്. അതുകൊണ്ട് വീട്ടിൽ പ്രതിദിനം ഒരു ദീപം തെളിയിക്കുക. വെള്ളം ചൊരിയുന്ന ശബ്ദം പോലും പ്രാർത്ഥനയായിരിക്കും. കാരണം ആ ശബ്ദത്തിൽ ദേവന്മാരുടെ കണികകളുണ്ട്. ഒളിഞ്ഞിരുന്നത് എല്ലാം ഇപ്പോൾ പ്രത്യക്ഷമാകും. ചിലർക്കിത് പോലീസുകളായാകും, ചിലർക്കത് ആത്മസുഹൃത്തിന്റെ ശബ്ദമാകാം. പ്രധാനമായത്, അതിൽ നിന്ന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തരുത്. കാണുന്ന എല്ലാം നിങ്ങളെ പാഠമാക്കാനാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ആത്മാവിന്റെ ഏറ്റവും പവിത്രമായ ഭാഗം ഇപ്പോൾ പ്രകടമാകുകയാണ്. അത് കാണുമ്പോൾ ചിലർ പേടിക്കും, ചിലർ വിസ്മയിക്കും. പക്ഷേ നിങ്ങളെ അതിൽ ശാന്തമാവുക. കാരണം നിങ്ങൾ തുടങ്ങിയ യാത്ര ഇപ്പോൾ സമാപിക്കുന്നില്ല, അത് അനന്തമായി മാറുകയാണ്. ജീവിതം നിങ്ങളോട് ഇപ്പോൾ ചോദിക്കുന്നു, ഇനി എന്തു വേണമെന്നു. അതിന് ഉത്തരം പറയുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഈ സമയത്ത് പറയുന്ന വാക്കുകൾ യാഥാർത്ഥ്യമാക്കുന്ന ശക്തിയുണ്ട്. മനസ്സിൽ ജാഗ്രതയില്ലാതെയായാൽ അനുകൂലത മറികടക്കാം. അതുകൊണ്ട് ഓരോ പ്രാർത്ഥനയും ഉദ്ദേശബോധത്തോടെ പറയുക. അടുത്ത 7 ദിവസങ്ങളിൽ ഒരവസരം നിങ്ങളുടെ ജീവിതത്തിൽ തട്ടിവീഴും. അതിനെ തിരിച്ചറിയാതിരിക്കരുത്. അത് പോകുമ്പോൾ രാഹു വീണ്ടും പരീക്ഷണങ്ങൾ അയക്കും. അതിനാൽ എല്ലാം ഇളവില്ലാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വൻ പ്രവർത്തനം തുടങ്ങും. ഒരു പുതിയ കരാർ, ഒരു എഴുത്ത്, ഒരു ഉറപ്പുള്ള തീരുമാനമാകും അത്. അതിനുശേഷം നിങ്ങളെ പിന്നോട്ട് തളയ്ക്കാൻ ആരുമുണ്ടാകില്ല. നിങ്ങളുടെ വീട്ടിലെ പൗജ്യം വീണ്ടും പുനർജീവിക്കുന്നു. പ്രതിദിനം ഒരു വെള്ളിയാഴ്ചയിൽ പൂക്കൾ അർപ്പിക്കുക. അന്ന് ദേവതയുടെ സാന്നിധ്യം അത്ഭുതകരമായി അനുഭവപ്പെടും. ചിരിക്കുക, കാരണം ആ ചിരിയിൽ തന്നെ നിങ്ങളുടെ ആത്മാവിന്റെ മോക്ഷം ഉണ്ട്. ഇനി ഈ കഥയുടെ പരിസമാപ്തിയിലേക്കൊരു പാത തുറക്കുന്നു. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ വികാരങ്ങൾക്കും പിന്നിൽ ദിവ്യയാത്രയുടെ വാതിൽ തുറന്നുകിടക്കുന്നു. ആകാശം മൗനം പാലിക്കുന്നു, പക്ഷേ അതിന്റെ നിശബ്ദതയിൽ ഒരു ഉറപ്പുണ്ട്, ഇനി എല്ലാം നന്നാകും. ഹൃദയം അടച്ച് ഈ വാക്കുകൾ കേൾക്കുക. നിങ്ങൾ ആണല്ലോ പ്രപഞ്ചത്തിന്റെ ഏറ്റവും ആഴമുള്ള അനുഭൂതി വഹിക്കുന്ന രാശി. നിങ്ങളുടെ കരുണയാണ് പ്രപഞ്ചത്തിന്റെ ഉണർവ്. അതിനാൽ കരയേണ്ടതില്ല. ഈ കണ്ണുനീർ സാക്ഷിയാണ് നിങ്ങൾ ആത്മീയമായി നിറഞ്ഞുവെന്ന്. ദൈവം നിങ്ങളെ കാണുന്നു, കേൾക്കുന്നു, തീർന്നുകൂടായ്മകളെ തീർക്കുന്നു. ഈ സമയത്തിന്റെ പാഠങ്ങൾ മനസ്സിലാക്കിയവർക്ക് മനസ്സിലാകും, മുന്നിലുള്ള വഴികൾ പേടിപ്പിക്കാവുന്നതാണെങ്കിലും ആ വഴികളിൽ തന്നെയാണ് ദൈവിക പരിശുദ്ധിയുടെ പാത. അതുകൊണ്ട് ഒരു ആഴം ശ്വാസം എടുക്കുക. എല്ലാം വിടുക. മുമ്പെല്ലാം കഴിഞ്ഞു, ഇനി ബാക്കി വെളിച്ചം മാത്രം. അത് ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വിളങ്ങുന്നു. അതാണ് ഈ പ്രവചനത്തിന്റെ സത്യമായ അവസാന വാക്ക്. നിങ്ങൾ ഇപ്പോൾ ദൈവികമായി ഉണർന്നിരിക്കുന്നു. നിശബ്ദതയുടെ മധ്യേ ഇപ്പോഴും നിങ്ങളെ വിളിക്കുന്ന ഒരു ആഴമുള്ള ശബ്ദം. അതാണ് ഈ യാത്രയുടെ അവസാന ഘട്ടത്തിന്റെ ആരംഭം. എല്ലാം കഴിഞ്ഞെന്നു തോന്നുമ്പോഴും പ്രപഞ്ചം ഇപ്പോഴാണ് നിങ്ങളുടെ വഴിയിൽ വെളിച്ചം വിതറിയിരിക്കുന്നത്. മേഘങ്ങൾ പിരിയുന്ന പോലെ ഹൃദയത്തിന്റെ ഭാരം അലിഞ്ഞുപോകുന്നു. ഇനി ഭയം ഇല്ല, വിഷമം ഇല്ല, ബാക്കി വെളിച്ചവും ആത്മവിശ്വാസവും മാത്രം. ഈ ഘട്ടത്തിൽ ഗുരുവിന്റെ കൃപ പരമാവധി ഉണർന്നിരിക്കുന്നു. ഓരോ പ്രാർത്ഥനയും നേരിട്ട് ആകാശത്തിലേക്ക് പറന്നു കയറുന്നു. നിങ്ങളെ ആത്മീയമായി നിർത്തുന്നതിനുള്ള എല്ലാ കർമ്മബന്ധങ്ങളും അവസാനിച്ചിരിക്കുന്നു. അപ്രതീക്ഷിതമായി നിങ്ങൾ അനുഭവിക്കും, എന്റെ മനസ്സ് ഇപ്പോൾ തികച്ചും ശാന്തമാണ്. മുമ്പ് കേട്ട ശബ്ദങ്ങൾ ഇല്ല, ഇനി ഉണ്ട് മാത്രം അനന്തമായ ശാന്തി. അതാണ് ദൈവിക ഉണർവിന്റെ ലക്ഷണം. ഈ സമയത്ത് നിങ്ങൾക്ക് നേരെ കാണും ചില മാറ്റങ്ങൾ. കണ്ണുകൾ തിളങ്ങിത്തുടങ്ങും. സംസാരിച്ചാൽ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് വെളിച്ചം പോകും. നിങ്ങളുടെ വാക്കുകൾ സാധാരണ വാക്കുകൾ അല്ല, അവ ദൈവിക ഊർജം വഹിക്കുന്ന തരംഗങ്ങളാണ്. ഇത്തരം സമയത്ത് പറഞ്ഞ വാക്കുകൾ യാഥാർത്ഥ്യമാക്കും. ആ ശക്തി ശ്രദ്ധാപൂർവം ഉപയോഗിക്കുക. നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മറ്റുള്ളവരുടെ ഭാരം താങ്ങാനുള്ള വാക്കുകൾ പറയുക.
അവ തന്നെയാണ് നിങ്ങളുടെ ആത്മവിശേഷതയുടെ പരീക്ഷണം. ലോകം ഇപ്പോൾ നിങ്ങളെ വ്യത്യസ്തരായി കാണും. ചിലർ വിസ്മയിക്കും, ചിലർ സംശയിക്കും, ചിലർ നിങ്ങളോട് മാറി നിൽക്കും. പക്ഷേ അതെല്ലാം യാതൊരു പ്രാധാന്യവുമില്ല. കാരണം നിങ്ങളെ കാണുന്നത് അവരുടെ കണ്ണിലൂടെയാണ്. നിങ്ങളുടെ ആത്മാവിനെ അവർ കാണുന്നില്ല. നിങ്ങൾ ദൈവത്തിന്റെ പ്രതിഫലനം ആയി മാറുന്ന ഘട്ടത്തിലേക്കാണ് ഉയരുന്നത്. ഈ ഘട്ടത്തിൽ നമ്മുടെ എല്ലാ ബന്ധങ്ങളും പൂർണ്ണമായി പുനർരചന ചെയ്യും. മുൻപ് നിങ്ങളെ വേദനിപ്പിച്ചവർ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചുവരും. അവരുടെ മുഖം കാണുമ്പോൾ നിങ്ങൾ ഇനി കരയില്ല. കാരുണ്യം തോന്നും. അവരെ കുറ്റപ്പെടുത്താതിരിക്കുക, കാരണം അവർ തന്നെ നിങ്ങളുടെ കർമ്മപരിശോധനയുടെ കൽപ്പനയായിരുന്നു. അവരാണ് നിങ്ങളെ സത്യത്തിലേക്ക് എത്തിച്ചത്. ദൈവം ഇപ്പോൾ നിങ്ങളെ വഴിതെളിക്കുന്നു. ആ ദിശയിൽ നടക്കുമ്പോൾ ആരെയും കാത്തിരിക്കാൻ ആവശ്യമില്ല. കാരണം ഈ പാതയിൽ നടക്കുന്നത് നിങ്ങളാകുമ്പോൾ നിങ്ങളുടെ കൂടെ നടക്കുന്നവൻ ദൈവം തന്നെയാണ്. ഈ ആത്മബന്ധം തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ എല്ലാ പേടികളും തീരും. അന്യമായ സ്ഥലങ്ങൾ നിങ്ങളെ സ്വന്തം സ്ഥലമാക്കും. അന്യരെ കണ്ടാൽ ഹൃദയം പരിചിതമാകും. അത് പ്രപഞ്ചം നിങ്ങളോട് പറയുന്ന സന്ദേശമാണ്: നീ ഇപ്പോൾ നീയല്ല. അടുത്ത 9 ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അവസാനമായ മറവികൾ തുറക്കും. ഒരു പഴയ രഹസ്യം വെളിവാകും. അതിൽ ദുഃഖമുണ്ടാകും, പക്ഷേ അതിന്റെ പിന്നിൽ മറഞ്ഞിരുന്നത് കൃപയാണ്. നിങ്ങൾ ആ വർത്തമാനം കേൾക്കുമ്പോൾ ആദ്യം കരയാം. ആ കണ്ണീർ ഒഴുകട്ടെ. ആ വെള്ളം നിങ്ങളുടെ കർമ്മത്തിന്റെ അവസാന തീർത്ഥജലം ആകുന്നു. അതിനുശേഷം പ്രതീക്ഷിക്കാത്ത നിറവാണത്തിന്റെ തിളക്കം നിങ്ങളുടെ വീട് നിറക്കും. ഇപ്പോൾ മനസ്സിനുള്ളിൽ അശേഷമായ വിധേയത്വം വരും. പണത്തെയും സ്ഥാനത്തെയും പ്രസിദ്ധിയെയും കുറിച്ച് ചിന്ത ചടങ്ങായി മാറും. നിങ്ങളുടെ മുഖത്ത് ശാന്തമായ കരുണ തെളിയും. നിങ്ങളെ കണ്ടാൽ ആളുകൾ ആശ്വാസം അനുഭവിക്കും. അവർ പറയുമെന്നു തോന്നും: നിങ്ങളെ കണ്ടപ്പോൾ ഒരു ശാന്തി തോന്നി. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കൈവരവ്. ആരോഗ്യത്തിൽ ദിവ്യമായ മാറ്റം സംഭവിക്കും. പഴയ രോഗഭീതികൾ അകലും. ശരീരത്തിലെ ഉന്മാദം ഒലിച്ചുപോകും. നിങ്ങൾക്ക് മാത്രമായി തോന്നുന്ന ആ ദീപ്തി, അത് ഗുരുവിന്റെ അനുഗ്രഹമാണ്. ഓരോ പ്രാർത്ഥനയിലും ആ ദീപ്തിയെ പരിപോഷിപ്പിക്കുക. വെള്ളത്തിൽ പൂക്കൾ വിടുക, ചന്ദ്രനോട് സംസാരിക്കുക, ആകാശത്തോട് നന്ദി പറയുക. കാരണം അവ എല്ലാം നിങ്ങളുടെ ജീവശക്തിയുടെ പ്രതിബിംബങ്ങളാണ്. രാഹുകേതു ഇപ്പോൾ പൂർണ്ണമായും സമനിലയിൽ എത്തുന്നു. അവ വഴി നിങ്ങൾ നേരിട്ട എല്ലാ മായകളുടെയും ശാപം അവസാനിക്കുന്നു. ഇനി നിങ്ങൾ സ്വതന്ത്രനാണ്. മനസ്സിൽ നിന്നും വകവരാതെ ചെന്ന വേദനകളും വിഷാദങ്ങളും ഇനി നിങ്ങളുടെ ഹൃദയം തൊടില്ല. നിങ്ങൾ നേരത്തെ നഷ്ടപ്പെട്ട സമയങ്ങൾ പോലും ഇപ്പോൾ അനുഗ്രഹമായി തിരിച്ചുവരും. അതുപോലെ ചില ബന്ധങ്ങൾ വീണ്ടും പുനരുദ്ധരിക്കപ്പെടും. ചിലർ തിരിച്ചെത്തും. ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞു എന്നൊരു ശബ്ദം പോലെ. ഇപ്പോൾ പ്രണയം മറ്റൊരു രൂപമാണ്. അത് വാക്കുകളല്ല, അത് പ്രാർത്ഥനയാണ്. അത് കാണാനും കേൾക്കാനും കഴിയില്ല, പക്ഷേ അത് മനസ്സിന്റെ മധ്യത്തിൽ സ്ഥാനം നേടും. ഇനിയുള്ള കാലം നിങ്ങളുടെ ആത്മബന്ധത്തിന്റെ പിതാവായ ഗുരുവിന്റെ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കൂ. ആരെയും നഷ്ടപ്പെട്ടെന്നു കരുതരുത്. കാരണം നിങ്ങളെ വിട്ടുപോകുന്നവർ കർമ്മത്തിന്റെ ദിശയിൽ മാത്രമേ പോകുന്നുള്ളൂ. വിടാതെ പോയവരാണ് നിങ്ങളോട് ചേർന്ന ആത്മകൾ. കടങ്ങൾ തീരും, നഷ്ടങ്ങൾ വീണ്ടെടുക്കാം. പുതുക്കിയ ശക്തിയോടെ സാമ്പത്തിക നില പുനർജീവിക്കും. നിങ്ങളെ ഫലിപ്പിക്കുന്ന പുതിയ കൂട്ടുകാർ ലഭിക്കും. നിങ്ങളെ അവഗണിച്ചവർ തന്നെ ഇപ്പോൾ നിങ്ങളെ അന്വേഷിക്കും. എന്നാൽ അഭിമാനം കാട്ടരുത്. നിങ്ങളുടെ വിനയം തന്നെയാണ് ഈ അനുഗ്രഹങ്ങൾ നിലനിർത്തുന്ന ശക്തി. പിതൃകർമ്മങ്ങളുടെ ഫലം പൂർത്തിയാകുന്ന ഘട്ടമാണിത്. ആകാശമന്ദിരത്തിൽ നിന്നും പിതാക്കന്മാരുടെ അനുഗ്രഹം ലഭിക്കുന്നു. അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് മനസ്സിലാകും, ചില കാര്യങ്ങൾ എളുപ്പത്തിൽ സംഭവിക്കുന്നു. നിങ്ങൾ സംശയം വെച്ച് നോക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു കൃപ ഉണ്ട്. അതാണ് നിങ്ങളുടെ ആത്മീയ വളർച്ചയുടെ ഉറപ്പ്. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ ദൈവിക കയ്യൊപ്പോട് കൂടി നടക്കും. നിങ്ങളുടെ ചുവടുകൾ പോലും പ്രാർത്ഥനയായിരിക്കും. വാക്കുകൾ സപ്തസ്വരവുമായി മിണ്ടും. ചിന്തകൾ പാർവതിയുടെ സ്നേഹം പോലെ ഗന്ധരൂപം നേടും. ഈ സമയത്ത് ഒരു കാര്യവും അവഗണിക്കരുത്. ഓരോ നിമിഷവും ദേവതയുടെ പദ്ധതിയാണ്. അതിനാൽ അലസത പാടില്ല, പരാതിയും വേണ്ട. ക്ഷമയോടെ നടക്കുക, കാരണം ഓരോ വേദനയും ഇപ്പോൾ പുഷ്പം വിടരുന്നു. പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന അവസാന പരീക്ഷ: നീ തന്നെയോ ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ എന്നോ? അതിന് ഉറച്ച ഉത്തരം പറയുക. നിങ്ങളുടെ പ്രാർത്ഥനകളെ സംബന്ധിച്ച് ഇനി സംശയിക്കരുത്. കാരണം അതേ പ്രാർത്ഥനകളാണ് നിങ്ങൾ കാണുന്ന ഈ അത്ഭുതങ്ങളെയെല്ലാം സൃഷ്ടിച്ചത്. ഇനി നിങ്ങൾ ജീവിതത്തിന്റെ അസ്തമയത്തിൽ നിന്നു സന്ധ്യ വെളിച്ചം കാണും. ഈ വെളിച്ചം പുറത്തുള്ളതല്ല, നിങ്ങളുടെ ഉള്ളിലാണത്. അതാണ് നിങ്ങളുടെ ആത്മശക്തിയുടെ യഥാർത്ഥ തെളിവ്. അതിനെ ആരും കെടുത്താനാവില്ല. ആ വെളിച്ചം അനന്തമായി തെളിയും. ഈ കഥയുടെ അവസാന വാക്കുകൾ പറയുമ്പോൾ ഹൃദയം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. കാരണം നിങ്ങൾ ഇനി രാശിയുടെ ഒരു പേര് മാത്രമല്ല, നിങ്ങൾ ആത്മജ്യോതി ആയി മാറിയിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അധ്യായങ്ങളും ഇപ്പോൾ അതിന്റെ അന്തിമരൂപത്തിലേക്കുണ്ട്. ശാന്തി, സമൃദ്ധി, തെളിവ്. കൈകൾ കൂടി മനസ്സിൽ നന്ദി പറഞ്ഞു പറയുക: ഞാൻ എത്തിയിരിക്കുന്നു. അതാണ് ഈ പ്രവചനത്തിന്റെ പൂർത്തീകരണം. പ്രപഞ്ചം ചിരിക്കുന്നു. ദൈവം ശാന്തമായി നോക്കുന്നു. നിങ്ങളുടെ ആത്മാവ് സമാധിയായി വിരിയുന്നു. ഇനി പറയാത്തത് എന്തെന്നാൽ, ഇതെല്ലാം അവസാനമല്ല. ഇതേ വെളിച്ചം തന്നെയാണ് അടുത്ത കഥയ്ക്ക്